metro controversy. And actually, at the submission, nobody knows the real story actually. It is still in the court. ലൈക്ക് നിങ്ങളുടെ വീട്ടിൽ 32 സെൻറ്റ് ഇങ്ങനെ നടുകൂടി മുറിഞ്ഞു പോയാൽ നിങ്ങൾ വെറുതെ ഇരിക്കുമോ? ഇപ്പോൾ ഓരോ സെൻറ്റ് പോയപ്പോൾ ഓരോരുത്തർ വന്ന് പറഞ്ഞു, ബീന പറഞ്ഞത് കംപ്ലീറ്റ് തെറ്റാണ്. എൻ്റെ ക്ലോസ് അസോസിയേറ്റ്സ് ആയിരിക്കും. ബീന ചെയ്ത് തെറ്റായിപ്പോയി. ശരി, തെറ്റായിപ്പോയി. ബീന അങ്ങനെ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. ശരി, ഇടപെട്ടിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ പറഞ്ഞു, ഐ എം ഹാപ്പി ദാറ്റ് ഐ ഡിഡ് ദ വേ ഐ ഡിഡ്. 32 സെൻറ്റ് നിങ്ങളുടെ ഒരു സ്ക്വയർ റെക്ടാങ്കുലർ പ്രോപ്പർട്ടിയുടെ നടുക്കുന്നത് 32 സെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ടു ബി വെരി സിമ്പിൾ, ഇന്ന് അവിടുത്തെ മെട്രോ പാർക്കിംഗ് ലൈക്ക് 4 റോ വണ്ടിയുടെ വീതിയിൽ കുറുകെ ഒരു 500 അടി. എൻ്റെ മാത്തമാറ്റിക്സ് വലിയ ശരിയായിരിക്കില്ല. 4 കാറിൻ്റെ വീതിയിൽ ഒരു 500 അടി പോവുകയാണെങ്കിൽ നിങ്ങളങ്ങനെ വെറുതെ നോക്കിയിരിക്കും. സാർ പ്ലീസ് കം എന്നങ്ങ് പറയുമോ? അങ്ങനെ പറയട്ടെ. ഇപ്പോൾ ഓരോ സെൻറ്റ് പോയപ്പോഴത്തേക്കൂടെ ഓരോരുത്തർ ചാട്ടം കുതി ഉണ്ടായിരുന്നല്ലോ. സമരം, കുത്തിവെപ്പ്, വലിച്ചിടിയിൽ ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഇപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, എങ്ങനെയുണ്ടപ്പാ? അന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ വേദനെടുക്കുമല്ലേ? അപ്പോൾ എല്ലാവരുടെയും നാടാണ്. ഞങ്ങൾ രക്തം വെള്ളമാക്കിയിട്ടാണ് ഉണ്ടാക്കി വെച്ചത്. ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കാൻ വരെ തയ്യാറായിരുന്നു. അവർക്കത് എടുക്കാൻ അറിയില്ലായിരുന്നു. സിമ്പിൾ. അത് ഇന്ന് റിഗ്രറ്റ് ചെയ്തവരുണ്ട്. ഇന്ന് എന്നെ കണ്ട അല്ല, ഞാൻ ഫ്രീ ഓഫർ ചെയ്തു, അവർ ഫ്രീ ചോദിച്ചു. അച്ഛൻ വാസ് ഇറിറ്റേറ്റഡ്. അവർ ഫ്രീ. എൻ്റെ സ്റ്റാൻഡ് എന്താ? എൻ്റെ അച്ഛൻ പറഞ്ഞ വേറെ സ്റ്റാൻഡ് ഉണ്ടോ? ഇറ്റ് വാസ് മൈ സ്റ്റാൻഡ്. വി വർ റെഡി ടു ഗിവ് ഇറ്റ് ഫ്രീ. They were not there. They were threatening me for 1.5 years. The entire system, entire metro system. I was crying like a. അവിടെ മെട്രോയിൽ പോയി ഇരുന്ന് കണ്ണീർ ഒലിപ്പിക്കുകയായിരുന്നു. 1.5 കൊല്ലം. 1, 2, 3 അല്ല, ഒരു 600 പ്രാവശ്യം. നിങ്ങളുടെ വീട്ടിലെ ഒരു പെൺകുട്ടി, ആണോ പെണ്ണോ, നിങ്ങളുടെ അനിയത്തിയോ ചേട്ടത്തിയോ ഭാര്യയോ മകളോ ആരെങ്കിലും ഒരാൾ അങ്ങനെ പോയി ഇരുന്ന് വരെ നിങ്ങൾ നോക്കിയിരിക്കുമോ? നിങ്ങൾക്ക് അത്ര ചങ്കില്ലാത്ത മനുഷ്യരാണോ? ആണോ? 1.5 കൊല്ലം. ഇപ്പോൾ മെട്രോയിൽ പോയി അവർ പറയും, നിങ്ങൾ മെട്രോ റെയിൽവേ റൂളാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. നിങ്ങൾ റെയിൽവേ റൂൾ പോയി പഠിച്ചിട്ട് വാ. ആർക്കും അറിയത്തില്ല റെയിൽവേ റൂൾ പഠിപ്പിക്കാൻ. ഒരു അഡ്വക്കേറ്റിനും അറിയത്തില്ല, എൻ്റെ അസോസിയേറ്റ്സിനും അറിയത്തില്ല, അവർക്കും അറിയത്തില്ല പറഞ്ഞുതരാൻ. വക്കീലിൻ്റെ അടുത്ത് പോയി, സാർ റെയിൽവേ റൂൾ ദേ കിടക്കുന്ന ബുക്ക്. ആർക്കും അറിയത്തില്ല, പറഞ്ഞുതരാനും അറിയത്തില്ല, വായിച്ചാലും മനസ്സിലാവത്തില്ല. വാട്ട് എവർ ദ റെയിൽവേ റൂൾ സേസ് ഇസ് ദാറ്റ് അവിടുന്ന് ആരെങ്കിലും ചാടി ചത്ത ഷീമാർട്ട് ഈസ് റെസ്പോൺസിബിൾ. ആരെങ്കിലും അവിടുന്ന് ഒരു കല്ലെടുത്തെറിഞ്ഞ് താഴെ കിടക്കുന്ന കാറ് ചീത്തയായാൽ ഷീമാർട്ട് ഈസ് റെസ്പോൺസിബിൾ. മെട്രോ ട്രെയിൻ വന്ന് കെട്ടിടത്തിൽ വന്ന് ഇടിച്ച് കെട്ടിടത്തിന് എന്തെങ്കിലും റിപ്പയർ വന്നാൽ, ഷീമാർട്ടിക്ക് എന്തെങ്കിലും റിപ്പയർ വന്നാൽ മെട്രോ ട്രെയിൻ വിൽ നോട്ട് ബി ഹെൽഡ് റെസ്പോൺസിബിൾ. ഞങ്ങൾ ഓണത്തിന് ക്രിസ്മസിന് വന്ന് കാർ പാർക്കിംഗ് ഒക്കെ അന്ന് ഫുള്ളായി ഓവർഫ്ലോ ചെയ്യുന്ന സമയമാണ്. വന്ന് വിസിലടിച്ചാൽ നിങ്ങൾ എല്ലാ കാറും മാറ്റിത്തരണം. ഞങ്ങളുടെ കസ്റ്റമർ ഏത് ഫ്ലോറിലുള്ളതെന്നോ അത് ഇറങ്ങി പുറത്ത് പോയാൽ ഞങ്ങൾ പോയി അന്വേഷിക്കാൻ പറ്റുമോ? എത്ര അനൗൺസ് ചെയ്യേണ്ടി വരും? അവർക്ക് ഡ്രില്ല് വരുമെന്ന്, അവർക്ക് റിപ്പയർ വരുമെന്ന്, ഒന്ന് വിസിൽ ചെയ്യുമെന്ന്. അപ്പോൾ നമ്മളിതൊക്കെ മാറ്റി കൊടുക്കണമെന്ന്. ഞങ്ങൾ വലിയ മതിൽ കെട്ടും, 2 സൈഡിൽ കൂടെ മതിൽ കെട്ടും. അപ്പം ഇതെങ്ങനെ ഞങ്ങൾ ക്രോസ് ചെയ്യും? അപ്പുറം ഒരു ലാൻഡ്, ഇപ്പുറം ഒരു ലാൻഡ്. ഞങ്ങളുടെ ഗേറ്റൊക്കെ അപ്പുറയാ. ചാടി വരുമോ കസ്റ്റമേഴ്സ്? ഞങ്ങൾ 2 അടി പൊക്കത്ത് ഗേറ്റ് കെട്ടി കളയും. യു വിൽ നോട്ട് ബി ഏബിൾ ടു ക്രോസ് ഇറ്റ്. അങ്ങനെയും പറയും. സോ ഒരു സാധാരണ ഒരു സ്ത്രീക്കോ ഒരു സമൂഹത്തിനോ മനസ്സിലാകാത്ത ഭാഷയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്കൊരു എൻട്രൻസ് സാറേ, ആ എൻട്രൻസ് തരാനൊക്കത്തില്ല. എൻ്റെ വണ്ടി കയറണ്ടേ? എൻ്റെ മെയിൻ എൻട്രൻസ് അവിടെയാണ്. MG റോഡിൽ നിന്ന് ഒരു എൻട്രൻസ്. അതും they took it away. I had to go all around. For years, still now I am doing it. എൻട്രൻസ് ഇല്ല. ആകെപ്പാട് എന്താ വേണ്ടി? നിങ്ങൾ എൻ്റെ ലാൻഡ് നിങ്ങൾ ഫ്രീ ആയിട്ട് എടുത്തോന്ന് വരെ ഞാൻ പറഞ്ഞു. എനിക്ക് കാർ പാർക്ക് അനുവദിക്കണം. ഇല്ല, മെട്രോയുടെ താഴെ വണ്ടി നിർത്താനേ പറ്റില്ല. ഞാൻ പറഞ്ഞു, ആലുവ തൊട്ട് ഇവിടം വരെ എത്ര വണ്ടി ലോറി അതിൻ്റെ താഴെ കിടക്കുന്നത്, എന്തുകൊണ്ട് അതിൻ്റെ താഴെ കാർ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല? അത് പറ്റത്തില്ല. ഇതൊക്കെയാണ് റൂള്. അപ്പം ഞാൻ T ജംഗ്ഷനിൽ വണ്ടി ക്രോസ് ചെയ്യാനുള്ള പാലത്തിൻ്റെ താഴെ കൂടെ അപ്പം എങ്ങനെ ക്രോസ് ചെയ്യും? അത് കാർ പാർക്ക് ആക്കാൻ പറ്റത്തില്ല. ഞാൻ നിങ്ങൾ എനിക്ക് തന്നാൽ ഞാൻ അതിൻ്റെ താഴെ കെട്ടിടമൊന്നും മണിമാളിയൊന്നും കെട്ടാൻ പോകുന്നില്ലല്ലോ. അതിനുള്ള പെർമിഷൻ നിങ്ങൾ തരത്തുമില്ലല്ലോ. മെട്രോയുടെ താഴെ ഐ എം നോട്ട് ഗോയിങ് ടു ബിൽഡ് എ 7-story ബിൽഡിംഗ് ഫോർ വിച്ച് യു വിൽ നെവർ ഗീവ് പെർമിഷൻ ഓൾസോ. കരഞ്ഞ് നോർത്ത് ഇന്ത്യൻ ആളുകളൊക്കെ ഉണ്ടായിരുന്നു, അവർ ട്രാൻസ്ഫർ വാങ്ങിച്ചു പോയി. ഇങ്ങനെ കരയിക്കുന്നുണ്ട്. അവർ വിങ്ങി കരയുമായിരുന്നു. ഇവർ ഓരോ ദിവസവും പറയുന്നത്. അപ്പോൾ അടുത്ത് അതേസമയം ഇവിടെ സൗത്തിൽ ദേ ക്യാൻ ബിൽഡ് എ ബിൽഡിംഗ് വെരി ക്ലോസ് ടു മെട്രോ ആഫ്റ്റർ ദേ ഹവ് സ്റ്റാർട്ടഡ് മെട്രോ. എൻ്റെ അടുത്തുള്ള ആൾക്ക് അവിടെ ഒരു എലിവേറ്റർ വെക്കാം, എൻ്റെ നെയ്ബറിന് അയക്കും പണിയാം, അതിനൊക്കെ അവർക്ക് പെർമിഷൻ കൊടുക്കാം. അപ്പം ഞാൻ ആര്? എന്തുകൊണ്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ എന്തുകൊണ്ട് അനുവദിക്കത്തില്ല?
എൻ്റെ ഒറ്റ ആവശ്യമായിട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ല. ഇപ്പോൾ വണ്ടിയിലെ പാർക്ക് ചെയ്യുന്നത്. ഐ വാണ്ടഡ് ദ പെർമിഷൻ ആൻഡ് ദ ലാൻഡ് ടു ബി ഇൻ മൈ നെയിം. അല്ലെങ്കിൽ ഓരോ ഗവൺമെൻറ് ആളുടെ പുറകിൽ ഞാൻ പോയി അവർക്ക് ദക്ഷിണ വെക്കാൻ എനിക്ക് ആവതല്ല. കള്ള് വല്ലതും വിറ്റിരുന്നേ കൊണ്ടുപോയി കൊടുക്കാമായിരുന്നു. ഇപ്പോൾ കള്ള് വിൽപ്പന തുടങ്ങിയിട്ട് ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. ഇനി വി ക്യാൻ നോട്ട്, ബിക്കോസ് ഓരോ ഗവൺമെൻറ് വരുമ്പോൾ നമുക്ക് അവരൊരു കാലിൽ പോയി പിടിക്കാൻ പറ്റുമോ? അപ്പം ഇങ്ങനെ ചെയ്ത് കംപ്ലീറ്റ് തെറ്റാണ്. കംപ്ലീറ്റ് തെറ്റാണ്. എൻ്റെ രീതിയിൽ ഞാൻ ചെയ്തത് ശരിയാണ്. ബിക്കോസ് ഞാൻ പോയതുകൊണ്ട് എനിക്കറിയാം ഞാൻ എന്താ പറഞ്ഞത്, അവരെങ്ങനെയാണ് ചെയ്തതെന്ന് എനിക്കറിയാം. വേറൊരാളെ വിട്ടിരുന്നെങ്കിൽ അവർ 2 സ്മോൾ വാങ്ങിച്ച് കുടിച്ച് കാണും. എൻ്റെ താഴെയുള്ളവർ അവരെന്ത് വേണം എസ് പറഞ്ഞു കാണാം. ചിലപ്പോൾ അത് വേണ്ടി വന്നില്ലല്ലോ. സാധാരണക്കാർ കൊടുക്കുന്ന വരി ഞാനും കൊടുത്തു, അത്രയും. അപ്പോൾ സാധാരണക്കാരന് 1 സെൻറ്റ് കൊടുക്കണം. നിങ്ങൾക്ക് വാൻ എടുക്കുമ്പോഴല്ലേ നിങ്ങൾക്ക് അറിയുള്ളൂ, അതുവരെ അറിയില്ലല്ലോ. അപ്പോൾ ഇത്രയും നാൾ രക്തം വെള്ളമാക്കി ഉണ്ടാക്കിയ സ്ഥലം നടുക്കൂടി മുറിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് എൻട്രിയും ഇല്ല, പാർക്കിങ്ങും ഇല്ല. അത് അങ്ങനെയാണോ ചെയ്യുന്നത്? അപ്പോൾ എന്നോട് പറഞ്ഞു, ഇവിടെ നിങ്ങൾ അനുവദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഫസ്റ്റ് ട്രിപ്പിന് നിങ്ങളെ ട്രെയിനിൽ കയറ്റി ഇരുത്തി കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഫസ്റ്റ് ട്രിപ്പിന് ഞങ്ങളെ വിളിച്ചിട്ട് പോലുമില്ല. ഞാൻ ബീന കണ്ണനായിപ്പോയി. അതായിരുന്നു ഏറ്റവും വലിയ തെറ്റ്. സീനിയർ കോർട്ടിൽ കിടക്കാൻ അപ്പോൾ 2 കേസസ് ടുഗെദർ. എൻ്റെ ഒരു മണ്ടത്തരമായിരുന്നു. വഴിയും ഇത് ഒരുമിച്ചാണ് കിടക്കുന്നത്. അതിനി അവർ കറക്റ്റ് 8, 10, 15 കൊല്ലം കാത്തിരിക്കണം സിവിൽ കോർട്ട് തീരാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ആയുസിൽ entrance and competition. ഇത്രയും വർഷം 50 കൊല്ലം അവിടെ നിന്നൊരു സ്ഥാപനം, 100 കൊല്ലം അവിടെ നിന്നൊരു സ്ഥാപനം, ഒരു വഴി MG റോഡെന്ന് ചോദിക്കാൻ എനിക്ക് അർഹതയില്ലേ? അല്ല, അതിൻ്റെ താഴെ വണ്ടി ഇടാനോ എന്ന് ചോദിക്കാൻ എനിക്ക് അർഹതയില്ലേ? അതാണ് വലിയ തെറ്റ്. ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ അപ്പോൾ അവരുടെ പേര് കിടന്നിട്ട് ഇവരിട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഓരോ ഗവൺമെൻറ് മാറുമ്പോൾ ഞാൻ അവരെ പോയി കാലിൽ പോയി പിടിക്കേണ്ടി വരും. ഞങ്ങളുടെ സ്ഥലത്താണ് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ കൊമ്പും പുറത്തുകൊണ്ട് വരും. അത് പറ്റില്ല. ഇറ്റ് ഷുഡ് ബി റിട്ടേൺ ആൻഡ് ഗിവൺ. വയ്യേ നിങ്ങൾ പൈസ തന്നിട്ട് പൊക്കോ. പൈസ വാങ്ങിച്ചു, ദാറ്റ്സ് ഇറ്റ്. ഒരു 2-1 പറയണ്ടേ? ചുമ്മായിട്ട് ഇങ്ങനെ വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരുന്നാൽ ഇങ്ങനെ ലോകത്തില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമുക്കിവിടെ മെട്രോ വന്നിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെ വരുമെന്ന് നമുക്ക് അറിയാനൊക്കത്തില്ല. പെട്ടെന്ന് വിസിലടിച്ചാൽ കാർ മുഴുവൻ മാറ്റണം, അവിടെ അവരുടെ ആളുകൾ ഇൻസ്പെക്ഷന് വരുമ്പോൾ നമ്മുടെ വണ്ടി മാറ്റി കൊടുക്കണം. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ആരെങ്കിലും ചാടിച്ചെത്താൻ നീയാണ് പൊറുപ്പ്. കെട്ടിടത്തിൽ വന്നിരിച്ചാൽ ഞങ്ങൾക്ക് അറിയത്തില്ല. കേൾക്കാൻ നല്ല സുഖമുണ്ടോ? അപ്പം മെട്രോ വന്നിട്ടില്ല, വരാത്തപ്പോഴാണ് ഇതൊക്കെ സംസാരിക്കുന്നത്. എല്ലാ സപ്പോർട്ടും എല്ലാ രീതിയിലും ഒഴുകുന്ന വെള്ളത്തിന് നിങ്ങളായിരിക്കും റെസ്പോൺസിബിൾ. ഇങ്ങനെ ഓരോന്നും നമ്മളെല്ലാം പറഞ്ഞ് വേണ്ടിയ സപ്പോർട്ട് കംപ്ലീറ്റ് ആയിട്ട് DMRC was good and they were supporting us well during the construction. Meaning എങ്ങനെ വലിയ ശല്യം ചെയ്യാണ്ടെങ്കിലൊക്കെ ചെയ്തു പോകും. നമ്മൾ അവർക്ക് വേണ്ടി സപ്പോർട്ടൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മളൊന്നും ചെയ്യാതെ ഒന്നും ഇരിക്കുന്നില്ലല്ലോ. വി ആർ ദെയർ ഫോർ പുരോഗതി. വി ആർ വിത്ത് ദെം. ഞങ്ങളുണ്ടെങ്കിലല്ലേ പുരോഗതിയുള്ളൂ. ഞങ്ങളുമില്ല കൊന്നുവെച്ചും പിന്നെ എല്ലാത്തിനും വേണമെന്ന് പറഞ്ഞാൽ പറ്റുമോ? അതിന് മുമ്പ് ഒരു പെർമിഷൻ, അവിടെ ബിൽഡിംഗ് പെർമിഷൻ വാങ്ങിക്കാൻ പോയ മെട്രോയുടെ ഡ്രോയിങ് ഒന്നും ആർക്കും അറിയത്തില്ല, ആർക്കുമേ അറിയില്ല. അപ്പോൾ ഒന്നിനും പെർമിഷൻ കിട്ടത്തില്ല. എല്ലാം റിജക്റ്റ് ചെയ്ത് വിടും. ഞങ്ങളുടെ പുതിയ ബിൽഡിംഗ് പണിയാനായിട്ട് പെർമിഷൻ ചോദിച്ചപ്പോൾ എല്ലാം റിജക്റ്റ് ചെയ്ത് പോകും. ബിക്കോസ് ആർക്കും പെർമിഷൻ എങ്ങനെയാണെന്ന് ഒരു ഡിപ്പാർട്ട്മെൻറ്റും അറിയത്തില്ല. PWD അറിയത്തില്ല, പഞ്ചായത്തിന് അറിയത്തില്ല, ഗവൺമെൻറ് അറിയത്തില്ല. സോ അതിങ്ങനെ റോൾ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കും. പെർമിഷൻ തന്നില്ല. അപ്പോൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഇറ്റ് സെൽഫ് വാസ് പോസ്റ്റ്പോൺ ഫോർ another 5 or 8 years. അപ്പം ഞങ്ങളുടെ പുരോഗമനമൊക്കെ അവിടെ നിൽക്കുകയല്ലേ. ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്ത് പുരോഗമിക്കാൻ നമ്മൾ അനുവദിക്കണ്ടേ? So you're not allowed to construct there in your land now? ലാൻഡ് നൗ അല്ല, നേരത്തെ തന്നെ there is a building which was constructed in 2013 or 14. അപ്പോൾ ആ ബിൽഡിംഗ് കൺസ്ട്രക്ഷന് പെർമിഷൻ ചോദിക്കുമ്പം മെട്രോയുടെ അറൈവൽ കാരണം they could not give permission. അവിടെ പറ്റില്ല, ഇവിടെ പറ്റില്ല, അങ്ങനെ പറ്റില്ല, ഇങ്ങനെ പറ്റില്ല എന്ന് പറയുന്നതേ ഉള്ളൂ. മെട്രോ അവിടെയും ഞങ്ങളിവിടെയുമാണ്. പക്ഷെ അപ്പോൾ സൗത്തിൽ മെട്രോയുടെ അടുത്ത ഒരു കൺസ്ട്രക്ഷൻ സമ്മതിച്ചിട്ടുമുണ്ട്. ഞങ്ങൾ ഇത്ര മാറി ഇവിടെ മെട്രോ പോകുന്നതിന് എന്താ? ഇപ്പം പെർമിഷൻ വേറെ രീതി കിട്ടി, ഞങ്ങൾ പണിതു. ആദ്യം വരച്ച പ്ലാൻ മാറ്റി കൊടുത്തു, വേറെ പ്ലാൻ വരച്ചു കൊടുത്തു. വേറെ അടുത്ത് ഞങ്ങളുടെ നെയ്ബർ തന്നെ ഇത്ര അടുത്ത് ലിഫ്റ്റ് വെച്ചിട്ടുണ്ട്. സൗത്തിൽ ഇത്ര അടുത്ത് മെട്രോയുടെ ഇത്ര അടുത്ത് കൺസ്ട്രക്ഷൻ മെട്രോ വരുമ്പോഴേ നടത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ബിൽഡിംഗ് ഇവിടെ ആയിട്ട് ചോദിച്ചിട്ട് പോലും അവർ തന്നില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ പണിതേണ്ടി വന്നു. ഓൾറെഡി done and finished 6 years now.